നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ചില ഫോട്ടോസ് ബ്ലർ ആയി പോകാറുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള ഫോട്ടോസിന് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില വീഡിയോ ഫയലുകൾ കറപ്റ്റഡ് ആയി പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ചില ഫയലുകളൊക്കെ നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് പ്ലേ ആകാതെ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഫയലുകളെ വളരെ എളുപ്പത്തിൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതും ടെനോർഷെയറിൽ തന്നെ വെബ്സൈറ്റ് ആണ്. ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കാർഡ്സ് കിട്ടും. അതേപോലെ തന്നെ പല പ്രൊഡക്ട്സിനും നല്ല ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടും. ചെയ്യേണ്ടത് ഇവിടെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മളുടെ യൂട്യൂബ് ഐഡിയും അതേപോലെ ഒരു ഇമെയിൽ ഐഡിയും കൊടുത്ത് ഇതിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇതിന്റെ ഗിഫ്റ്റ് കാർഡ് ഗീവ് അവേ റൂൾസും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗീവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെനോർഷെയറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. 1 ക്ലിക്ക് ടു റിപ്പയർ റീസ്റ്റോർ കറപ്റ്റഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കറപ്റ്റഡ് ആയിട്ടുള്ളത് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തതിന്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ സോഫ്റ്റ്വെയർ എന്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിന്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീഡിയോസും ഫോട്ടോസും ഇവിടെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ഇവിടെ വീഡിയോസ് വല്ലതും റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ നോക്കുക. ഇവിടെ ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ പ്രോപ്പറായിട്ട് പ്ലേ ചെയ്യത്തില്ല. ഇതിലെന്തോ എറർ പറ്റിയതുകൊണ്ട് ഈ വീഡിയോ പ്ലേ ആകുന്നില്ല. അപ്പോൾ ഈ വീഡിയോയെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് ആദ്യം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ഈ ഒരു ഫയൽ സേവ് ആക്കിയിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ നിന്ന് ഈ ഫയൽ ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചെയ്യാനുള്ളത് സ്റ്റാർട്ട് റിപ്പയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട് റിപ്പയറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റിപ്പയറിംഗ് സ്റ്റാർട്ട് ആവും. അതിനുശേഷം റിപ്പയറിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ റിപ്പയറിംഗ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വരും. വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്തെങ്കിലും മാറ്റം അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാൻ സാധിക്കും. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് ഇവിടെ ഒന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ പ്ലേ ചെയ്ത് ഈ രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ഫയൽ തന്നെയാണ്, നിങ്ങൾക്ക് ഇതിന്റെ പേര് നോക്കാം, ഈ ഫയൽ തന്നെയാണ് ഇവിടെ റിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ വീഡിയോ ഫയലുകളും അതായത് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയലുകളെല്ലാം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിപ്പയർ ആയിട്ട് കിട്ടത്തൊന്നുമില്ല. ചില ഫയലുകൾ മാത്രമേ റിപ്പയർ ആയിട്ട് വരത്തുള്ളൂ. ഞാൻ കറപ്റ്റഡ് ആയിട്ടുള്ള പല ഫയലുകൾ ഇതിൽ ആഡ് ചെയ്ത് നോക്കി. അതിൽ ചില ഫയലുകൾ മാത്രമേ ഈ രീതിയിൽ നമുക്ക് കറപ്റ്റഡ് ആയത് ക്ലിയർ ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. സെയിം കണ്ടീഷൻ തന്നെയാണ് ഫോട്ടോസിലും. ഇനി നമുക്ക് ഫോട്ടോ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ റിപ്പയറിൽ വരണം. അതിനുശേഷം ആഡിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഏതെങ്കിലും ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ ബ്ലറി ആയിട്ടുള്ള ഒരു ഫോട്ടോയോ ഇതിലേക്ക് എടുക്കുക. അതിനുശേഷം റിപ്പയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ ഇവിടെ റിപ്പയർ ആയിരിക്കുന്നത്, അതിൽ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പം ഇത് ബ്ലറി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മളിത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം നമുക്ക് എന്താണ് റിസൾട്ട് വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, ഞാനിവിടെ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത് സേവ് ആകും. നോക്കുക, ഇവിടെ ഈ ഫോട്ടോ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഇവിടെ കുറച്ചൊക്കെ ഒരു മാറ്റം ഈ ഒരു ഫോട്ടോയുടെ ആ ഒരു ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. എന്നാലും മൊത്തത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്ലിയർ ആയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അതല്ലാതെ ഈ രീതിയിൽ പോർട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലെയർ ആയത് മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കും. അപ്പോൾ എല്ലാ ഫയലുകളും 100% ഇതിൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിപ്പയർ ചെയ്യാൻ കൊണ്ടിരുന്ന ഫയൽ ഇതിൽ റിപ്പയർ ആയി വന്നില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അഥവാ ഇതുപോലെ കറപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്ത് നോക്കാൻ പറ്റും. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്ത് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോ വേർഷൻ വേണം. പക്ഷേ നമുക്ക് ഈ ഒരു സ്റ്റേജ് വരെ ഇത് വർക്ക് ആയിട്ടുണ്ടോ, ഇത് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ഇടവരെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽ ആഡ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫയൽ കറപ്റ്റഡ് ആയത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ബൈ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും.
ഉപയോഗിക്കാം. സെയിം കാര്യം തന്നെയാണ് ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോട്ടോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഫോട്ടോസ് എത്തുന്നുണ്ട്, അതായത് റിപ്പയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ കയ്യിലെ പൈസ പോകും. അതായത് ആദ്യം ചാടി കയറി പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ ഇത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫയൽ റിപ്പയർ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടമാകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെനോഷറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തൊന്ന് ഉപയോഗിച്ച് നോക്കുക. എന്തെങ്കിലും കറപ്റ്റഡ് ആയിട്ടുള്ള ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ആക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ബാക്കി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നോട്ടിഫിക്കേഷൻ വെറുതെ കിട്ടത്തില്ല. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.